ഞാൻ പ്രിൻസിപ്പലിന് അയച്ചു കൊടുത്തേക്കാം. മജിസ്ട്രേറ്റ് പരീക്ഷ എങ്ങനെ പാസ്സാവണം, സെഷൻ ജഡ്ജി എങ്ങനെ പാസ്സാവണം. നിങ്ങൾ LLB പാസ്സാവുമ്പോഴേ ഡിഗ്രി മജിസ്ട്രേറ്റായിട്ട് കയറും, സെഷൻ ജഡ്ജിയായിട്ട് കയറും. എൻ്റെ കസിൻസും നീസസും കൂടെ 12 ജഡ്ജിമാരുണ്ട് കേരളത്തിൽ. അവർ LLB പഠിക്കാൻ പോയപ്പോൾ ഞാൻ ഇതും കൂടെ അയച്ചു കൊടുക്കും. അവർ നിങ്ങൾ LLB പാസ്സാകുമ്പോഴേ പരീക്ഷ എഴുതും. മജിസ്ട്രേറ്റും സെഷൻ ജഡ്ജിയായിട്ട് അങ്ങ് വരികയാണ് വളരെ ഈസിയായിട്ട്. ഇത് ഞങ്ങൾക്ക് പറ്റിയില്ലായിരുന്നു, നിങ്ങൾക്കിപ്പോൾ പറ്റും. ഇങ്ങനെയുള്ള പഠിക്കുന്ന വിഷയത്തിൽ ഓൾ ഇന്ത്യ സർവീസ് കയറണം, അല്ലെങ്കിൽ UN സിവിൽ സർവീസ് കയറണം. ലോകം മുഴുവൻ ജയിച്ച് കയറി വരാം. വലിയ പന്താവ് തുറക്കാൻ ഞങ്ങളൊരു 90ഓളം വീഡിയോസും ഒക്കെ പ്രിൻസിപ്പൽ അയച്ചു കൊടുത്തേക്കാം. നിങ്ങളിവിടെ ഉപയോഗിക്കാം. പിന്നെ എപ്പോഴെങ്കിലും സ്പെയർ ടൈം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ വലിയ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ നിങ്ങൾ സംഘടിപ്പിച്ചാൽ ഞാൻ തന്നെ വടക്കോട്ട് വരുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് ക്ലാസ് എടുത്തു തരാം. അങ്ങനെ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വലിയ നിലയിലെത്തണം. നിങ്ങൾ ഏത് കസേരയിൽ ഇരുന്നാലും നിങ്ങളുടെ മനസ്സിൽ വർഗീയത കയറാൻ പാടില്ല. അയാൾ ഉയർന്നവനാണ്, ഇവൻ താഴ്ന്നവനാണ്, ജാതിചിന്ത പാടില്ല. അവൻ മുസ്ലിമാണ്, അവൻ ക്രിസ്ത്യാനിയാണ്, മതചിന്ത പാടില്ല. ഇന്ത്യയെ നശിപ്പിക്കും. ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചാലും ഭൂരിപക്ഷത്തെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചാലും ഇന്ത്യ എന്ന രാഷ്ട്രം ഇല്ലാതാവും. അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് കാണാൻ പറ്റണം. മാലിക് ബിൻ ദിനാർ കേരളത്തിൽ വന്നു. കേരളത്തിൽ ഒരു മുസ്ലിം ആക്രമിച്ചു വന്നല്ല. മാലിക് ബിൻ ദിനാർ കേരളത്തിൽ വരുമ്പോൾ 72 പേര് കൂടെ ഉണ്ടായിരുന്നു. സമുദ്ര രാജാവ് അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ പുരുഷന്മാർ മാത്രമായിട്ട് വന്നല്ലേ, നിങ്ങൾക്ക് ഭാര്യമാരെ ഞങ്ങൾ തരാം. ഇവിടുന്ന് 72 ഹിന്ദു പെൺകുട്ടികളെ മാലിക് ബിൻ ദിനാറിനും മറ്റവർക്കും വിവാഹം കഴിക്കാൻ കൊടുത്തു. അതിൽ മാലിക് ബിൻ ദിനാറിന് കൊടുത്തത് ഒരു ബ്രാഹ്മണ സ്ത്രീയായിരുന്നു. ആ സ്ത്രീയുടെ സന്ധി പരമ്പരപ്പെട്ടവരാണ് മുസ്ലിം ലീഗിന്റെ പാണക്കാട് ശിഹാബ്ദങ്ങളുടെ കുടുംബം. ഇന്ത്യയിലെ കേരളത്തിലെ ഏത് മുസ്ലിമിനെ എടുത്താലും അമ്മയുടെ മൈറ്റോകോൺഡ്രിയൽ DNA ഹിന്ദു DNA ആണ്. അമ്മമാരാരും മുസ്ലിങ്ങളല്ല. ഹിന്ദുക്കളായ അമ്മമാരെ മാലിക് ബിൻ ദിനാറിന് കൂട്ടർക്കും വിവാഹം കഴിച്ചിട്ടാണ് കേരളത്തിൽ മുസ്ലിങ്ങളുണ്ടായത്. അവർ സാഹോദര്യത്തിൻ്റെതായിരുന്നു. സാമൂതിരി കൽപ്പനയിട്ടു, മുസ്ലിങ്ങൾ ഈ രാജ്യത്തിന് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. ആയതിനാൽ എല്ലാ ഹിന്ദു കുടുംബങ്ങളിലും 1-2 ആൺകുട്ടികളെ ഇസ്ലാം മതത്തിൽ ചേരാൻ ഞാൻ അനുവദിക്കുന്നു. കോഴിക്കോട് ആർക്കോയ്സ് പോയി നോക്കി, ഞാൻ പോയി കണ്ട ഓർഡറാ. സാമൂതിരി ഉത്തരവിട്ടിരിക്കുകയാണ്, ഹിന്ദുക്കളുടെ കുടുംബത്തിൽ 1-2 ഹിന്ദുക്കളെ മുസ്ലിമാക്കാൻ രാജ്യത്തിന് സമ്പത്ത് അവർ വർദ്ധിപ്പിക്കുന്നു. വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഉത്തരവാണ്. ഇവിടെ ക്രിസ്ത്യാനികൾ വന്നു. ക്രിസ്ത്യാനികൾക്ക് വീട് വെച്ചു കൊടുക്കാൻ ഇവിടുത്തെ നായന്മാരും ഇവിടുത്തെ രാജാക്കന്മാരും സ്ഥലം കൊടുത്തു. ഏത് മരത്തിൻ്റെ ചുവട്ടിലാണോ ഞങ്ങൾ വീട് വെച്ചത് അത് ഞങ്ങളുടെ വീട്ടുപേരായി. പുളിമൂട്ടിൽ, മാമൂട്ടിൽ, നെല്ലിമൂട്ടിൽ, ആഞ്ഞിലിമൂട്ടിൽ, എന്തോ ഈ മൂട്ടിൽ നായന്മാരോ രാജാക്കന്മാരോ ഞങ്ങൾക്ക് കുടിൽ വെക്കാൻ തന്ന മരത്തിൻ്റെ പേരാണ് ഞങ്ങളുടെയൊക്കെ വീട്ടുപേര്. ആ സൗഹാർദ്ദം ഇവിടുത്തെ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളോട് കാണിച്ചു. മുസ്ലിങ്ങൾ അങ്ങോട്ട് ഈ രാജ്യത്തെ ശക്തിപ്പെടുത്തി, ക്രിസ്ത്യാനികൾ അങ്ങോട്ട് രാജ്യത്തെ ശക്തിപ്പെടുത്തി. അങ്ങനെയാണ് സംഭവം. കേരള മന്ത്രിസഭ തകർന്ന് പുതിയ മന്ത്രിസഭ ഉണ്ടാക്കണം. മുഹമ്മദ് കോയ ആണ് ഫ്രണ്ട് റണ്ണർ. അപ്പോൾ കേരള കോൺഗ്രസിൻ്റെ വോട്ടോടുണ്ടെങ്കിലേ മുഖ്യമന്ത്രിയാവാൻ പറ്റുള്ളൂ. വേദിയിലിരിക്കുന്ന ബീരാൻ സാഹിബ് ഉൾപ്പെടെ പാലാ ബിഷപ്പിനെ കാണാൻ പോയി. പാലാ ബിഷപ്പിൻ്റെന്ന് അറിയാമോ, കേരള കോൺഗ്രസ് MLA വിളിച്ചു പറഞ്ഞു CH മുഹമ്മദ് കോയെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ക്രിസ്ത്യാനികൾ ബിഷപ്പ്മാരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് CH മുഹമ്മദ് കോയ കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം ചീഫ് മിനിസ്റ്റർ ആയത്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പരസ്പര സഹോദരങ്ങളെപ്പോലെ പ്രവർത്തിച്ചു, ഏകോദര സഹോദരങ്ങളെപ്പോലെ പ്രവർത്തിച്ചു. ഇവിടെ ഒരു മതചിന്ത ഉണ്ടായിരുന്നില്ല. ഓണം വരുമ്പോൾ നായർ കുടുംബങ്ങളിൽ നമ്മൾ സദ്യ കഴിച്ചു. ക്രിസ്മസ് വരുമ്പോൾ ഒരു മതവും ഇല്ലായിരുന്നു. എല്ലാ മതക്കാരും നമ്മുടെ വീട്ടിൽ ക്രിസ്മസ് ഉണ്ടാൻ വന്നു. നബിദിനം വരുമ്പോൾ മുസ്ലിം വീടുകളിൽ ക്രിസ്ത്യാനികളായ ഞങ്ങൾ ഹിന്ദുക്കളും പോയി ആഹാരം കഴിച്ചു. ഇവിടെ ഒരു മതചിന്ത ഉണ്ടായിരുന്നില്ല. ഏതാനും ചില രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയം മാറ്റാൻ വേണ്ടി ഇവിടെ മതചിന്തയും മതവിരോധം ഉണ്ടാക്കിയിരിക്കുകയാണ്. നിങ്ങൾ പഠിച്ച് വലിയ നിലകളിലെത്തുമ്പോൾ നിങ്ങൾ ആ കസേരയെ പറ്റി അഹങ്കരിക്കരുത്. നിങ്ങൾ ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളും കൊടുക്കുന്ന കരത്തിൽ നിന്ന് പൈസ ശമ്പളം വാങ്ങിക്കുന്നവരാണ്. നിങ്ങളുടെ ഈ രാജ്യത്തെ സെർവ് ചെയ്യുമ്പോൾ ഹിന്ദുവിനെ മാത്രം സെർവ് ചെയ്യാൻ പറ്റുമോ? മുസ്ലിമിനെ സെർവ് ചെയ്യാൻ പറ്റുമോ? ക്രിസ്ത്യാനി മാത്രം സെർവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇവിടുത്തെ ഭരണാധികാരികൾക്ക് അങ്ങനെ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അക്ബർ ചക്രവർത്തി പ്രധാനമന്ത്രി ബീർബൽ ബ്രാഹ്മണൻ, അക്ബർ ചക്രവർത്തിയുടെ ധനകാര്യമന്ത്രി രാജാ തോണ്ടർമാൽ വൈശ്യൻ, അക്ബർ ചക്രവർത്തിയുടെ സർവ്വസൈന്യാധിപൻ രാജാ മാൻസിംഗ് അയാൾ രജപുത്രനായിരുന്നു. ഏറ്റവും കൂടുതൽ ചീത്ത കേൾക്കുന്ന ഔറംഗസീബുണ്ട്. ഔറംഗസീബിന്റെ പ്രധാനമന്ത്രി ആരാണ്? തേജ് ബഹാദൂർ, ഹിന്ദു ആയിരുന്നു.
ഔറംഗസീബിന്റെ ഗവൺമെന്റിൽ 80% ഹിന്ദുക്കളായിരുന്നു. ഔറംഗസീബിന്റെ സൈന്യത്തിൽ 85% ഹിന്ദുക്കളായിരുന്നു. ഹിന്ദു ക്ഷേത്രം പൊളിക്കാൻ ഔറംഗസീബ് ഓർഡർ ഇട്ടാൽ പട്ടാളം ഔറംഗസീബിനെ വെട്ടിക്കൊന്നില്ലായിരുന്നു. അപ്പം തന്നെ ടിപ്പുവിന്റെ പ്രധാനമന്ത്രി ആരാണ്? ടിപ്പുവിന്റെ പ്രധാനമന്ത്രി ബ്രാഹ്മണനായിരുന്നു. ബ്രാഹ്മണൻ. അദ്ദേഹത്തിന്റെ 12 മന്ത്രിസഭയിൽ 8 പേരും ഹിന്ദുക്കളായിരുന്നു. ഹിന്ദുക്കൾ. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രധാന ഭാര്യ ആരാണ്? അദ്ദേഹത്തിന്റെ പ്രധാന ഭാര്യ വടകരയിലെ നായർ സ്ത്രീയായ ഉണ്ണിച്ചാറയായിരുന്നു. ആ ഉണ്ണിച്ചാറ മുസ്ലിമാണ് ടിപ്പു പറഞ്ഞോ? ഇല്ലല്ലോ. ശ്രീരംഗപട്ടണത്തെ ടിപ്പുവിന്റെ വീടിനോട് ചേർന്ന്, ഞാൻ ശ്രീരംഗപട്ടണം പോയി കണ്ടിട്ടുണ്ട്, ടിപ്പുവിന്റെ വീടിനോട് ചേർന്നൊരു ഹിന്ദു ക്ഷേത്രം ഉണ്ടാക്കി. എന്തിനാണെന്നറിയാമോ? ഈ ഭാര്യയ്ക്ക് പ്രാർത്ഥിക്കാനായിട്ട്. അക്ബറുടെ ഫത്തേപൂർ സിക്രി പോകുമ്പോൾ അക്ബറുടെ വീടിനോട് ചേർന്നൊരു ഹിന്ദു ക്ഷേത്രമുണ്ട്. എന്തിനാണെന്നറിയാമോ? ജോധാബായിക്ക് ഭാര്യയ്ക്ക് പ്രാർത്ഥിക്കാൻ. ജോധാബായി മുസ്ലിമാണെന്ന് അക്ബർ പറഞ്ഞോ? അക്ബർ പറഞ്ഞില്ല. അതാണ് ഈ രാജ്യത്തെ സൗഹാർദ്ദം. ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഏകോദര സഹോദരങ്ങളോടൊപ്പം ജീവിച്ചു. ആ സാഹോദര്യം ഈ സ്കൂളിൽ പഠിക്കുന്ന ഓരോ കുട്ടിയുടെ മനസ്സിലുണ്ടാവണം. നിങ്ങൾ ഏത് നിലയിലെത്തിയാലും മനുഷ്യനെ മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ വേർതിരിക്കാൻ പാടില്ല. അതാണ് ഗുരുദേവൻ, മഹാനായ മലയാളി ഗുരുദേവൻ പറഞ്ഞത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വത്തിന് വാഴുന്ന മാതൃകാസ്ഥാനമാവണം. അങ്ങനെയാണ്. ആ രീതിയിൽ മതസൗഹാർദ്ദത്തോടെ ജീവിക്കണം. നിങ്ങൾ വളർന്ന് ഇന്ത്യ ഒരു ദരിദ്ര രാഷ്ട്രമാണ്. 38 കോടി ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. ഒരു ദിവസം ഒരു നേരം ആഹാരം കഴിക്കാനുള്ളൂ 38 കോടി ഇന്ത്യക്കാർക്ക്. 2 കോടി ഇന്ത്യക്കാർ ഫുഡ് സെക്യൂരിറ്റി ഇല്ല. ഒരു ദിവസം ഒരു നേരത്തെ ആഹാരം കഴിക്കാനില്ല 2 കോടി ഇന്ത്യക്കാർക്ക്. ആ ദരിദ്ര രാഷ്ട്രമാണ് നമ്മൾ. പാചോടിക്കാൻ വളരെ എളുപ്പമാണ്, ലോകത്തിൽ വലിയ ശക്തിയാണെന്നൊക്കെ പറയാൻ. ഈ ദാരിദ്ര്യത്തിൽ നിന്ന് പാവപ്പെട്ട രക്ഷിക്കാനാണ് ഈ ഇരിക്കുന്ന ഓരോ കുട്ടിയുടെ ലക്ഷ്യം. നിങ്ങൾ പഠിച്ച് വലിയ നിലകളിലെത്തി ഈ ദരിദ്ര രാഷ്ട്രത്തെ രക്ഷിക്കണം. ഒരു ജാതിയിന്റെയും മതത്തിന്റെയും നിങ്ങളുടെ മനസ്സിലിടാൻ പാടില്ല. നിങ്ങൾ ഇന്ത്യക്കാരാണ്. ഇന്ത്യക്കാരെ ഒരുപോലെ കാണാൻ പറ്റണം. അപ്പോഴാണ് ഈ സ്കൂള് ലോകം അറിയപ്പെടുന്ന മഹാന്മാരെ സൃഷ്ടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടിയും വളർന്ന് വലിയ നിലകളിലെത്തി നിങ്ങളുടെ മാതാപിതാക്കൾക്കും ഈ സ്കൂളിനും അഭിമാന പാതകളാവണം. ഈ നാട്ടുകാർ നിങ്ങളെപ്പറ്റി അഭിമാനത്തോടുകൂടി ഓർത്തിരിക്കണം. ആ വലിയ അഭിമാനത്തോടുകൂടി നിങ്ങൾ ഈ സ്കൂളിനും ഈ നാടിനും പ്രശസ്തി കൊടുക്കുന്ന വലിയവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്കൂളിനും ഇവിടുത്തെ കുട്ടികൾക്കും അധ്യാപകർക്കും എല്ലാ മംഗളക്കും തരുന്നുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നമസ്കാരം. Thank you, sir, for your enlightening and thought-provoking keynote address. We are truly grateful for your time and the wisdom you have imparted today. Now, with immense pride and privilege, we welcome a truly distinguished personality to our inaugural function, our esteemed guest, Advocate Harris Beda.